Hi everyone, welcome back to my classroom. In this video, we are going to discuss demerits of job costing and procedure of job costing. First, demerits. The method need an excellent system of production control, material control and labor control system which may not be existing in most of the small firms. അതായത് ജോബ് കോസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സും മെറിറ്റ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഇപ്പോൾ ഡീമെറിറ്റ്സിൽ പറയുന്നത് എന്താണ്? ജോബ് കോസ്റ്റിങ്ങിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് എക്സലൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കൺട്രോൾ സിസ്റ്റവും മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം ലേബർ കൺട്രോൾ സിസ്റ്റവുമാണ്. പക്ഷേ സ്മോൾ എൻ്റർപ്രൈസസിലും മിക്ക സ്മോൾ എൻ്റർപ്രൈസസിലും ഈ എക്സലൻ്റ് ആയിട്ടുള്ള നല്ല ഒരു സിസ്റ്റം പ്രൊഡക്ഷൻ കൺട്രോളിനായാലും മെറ്റീരിയൽ കൺട്രോളിനായാലും ലേബർ കൺട്രോളിനായാലും ഇല്ല. അതുകൊണ്ട് തന്നെ സ്മോൾ ഫേംസാണ് അധികം ജോബ് കോസ്റ്റിംഗ് എന്നുള്ള മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിന് സ്മോൾ ഫേംസിന് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സിസ്റ്റം പ്രൊഡക്ഷൻ കൺട്രോൾ മെറ്റീരിയൽ കൺട്രോൾ ലേബർ കൺട്രോൾ എന്നുള്ള സിസ്റ്റം നല്ല എഫക്റ്റീവായിട്ട് എക്സലൻ്റ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോബ് കോസ്റ്റിംഗ് അവിടെ സക്സസ് ആവണമെന്നില്ല. It involves a lot of clerical works making it a relatively expensive method. ജോബ് കോസ്റ്റിങ്ങിൽ ഒരുപാട് ക്ലറിക്കൽ വർക്കുകൾ വരുന്നത് കൊണ്ട് തന്നെ അത് എങ്ങനെയാണ് എക്സ്പെൻസീവ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ജോബ്സ് ആർ നോട്ട് കമ്പാരബിൾ സിൻസ് ഈച്ച് ജോബ് ഹാസ് ഇറ്റ്സ് ഓൺ ഫീച്ചേഴ്സ്. നേരത്തെ പറയേണ്ടായി ഓരോ ജോബും ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലേ. ഓരോ ജോബ്സിനെയും അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ജോബ്സിൻ്റെ കോസ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല, ഡിഫിക്കൾട്ടാണ്. And due to extensive clerical work involved, there is a chance of mistakes. That is, ഒരുപാട് ക്ലറിക്കൽ വർക്ക് വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ മിസ്റ്റേക്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ജോബ് കോസ്റ്റിംഗ് certain cost only after the completion of jobs. So for the control purpose, it is not much use unless it is combined with standard costing system and estimated costing system. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലും എസ്റ്റിമേറ്റഡ് കോസ്റ്റിങ്ങിലൊക്കെ എന്താണ് ചെയ്യുന്നത്? കോസ്റ്റ് പ്രീ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് അല്ലേ. ആക്ച്വലി സംഭവിച്ചതും പ്രീഡിറ്റർമിൻഡ് ബേസിലായിരിക്കും ആ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് ആ പ്രീഡിറ്റർമിൻഡ് കോസ്റ്റ് പറഞ്ഞാൽ മുൻകൂട്ടി തീരുമാനിക്കുന്ന കോസ്റ്റ്. അപ്പോൾ അത് സ്റ്റാൻഡേർഡായിട്ട് എടുക്കും. അപ്പോൾ ആ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്യാനായിട്ടാണ് ശ്രദ്ധിക്കുക. ഇപ്പോൾ 20 റുപ്പീസിന് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ഫിക്സ് ചെയ്തു. അപ്പോൾ അവർ 20 റുപ്പീസിന് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. ജോബ് കോസ്റ്റിങ്ങിൽ ജോബ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത് ജോബിന് ശേഷം ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലയെന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ജോബ് കോസ്റ്റിങ്ങിൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത് ജോബ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺട്രോൾ പർപ്പസിന് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യുക എന്നതൊന്നും ഇവിടെ പോസിബിൾ അല്ല എന്നർത്ഥം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ എന്തിനാണ് ഫിക്സ് ചെയ്യുന്നത്? കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നുള്ളൊരു മെത്തേഡ് നമുക്ക് ജോബ് കോസ്റ്റിങ്ങിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, ഹെൻസ് ഇറ്റ് ഹാസ് ഓൾ ദ ഡിഫക്റ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിങ്ങിന് എന്തെല്ലാം ഡിമെറിറ്റ് ഡിഫക്റ്റ് ഉണ്ടോ അതെല്ലാം ജോബ് കോസ്റ്റിങ്ങിനും ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി ജോബ് കോസ്റ്റിങ്ങിൽ വരുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, സ്റ്റെപ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കസ്റ്റമേഴ്സ് എൻക്വയറിയാണ് ഫസ്റ്റ്. ജോബ് കോസ്റ്റിംഗ് എന്നുള്ള ആ ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രൊസീജിയേഴ്സിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് കസ്റ്റമേഴ്സ് എൻക്വയറി. റൂട്ടീൻ എൻക്വയറീസ് ആർ യൂഷ്വലി റിസീവ്ഡ് ഫ്രം ദി കസ്റ്റമേഴ്സ് റിഗാർഡിംഗ് ദി ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് എ ജോബ് ആൻഡ് ദ പ്രൈസ് ടു ബി പെയ്ഡ് ബൈ ഹിം. ഇറ്റ് മേ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ, റിട്ടൺ ഓർ ഓറൽ. അതായത് റൂട്ടീനായിട്ട് കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്യും അല്ലേ. കസ്റ്റമേഴ്സിൽ നിന്ന് എന്താ പറയുക, ജോബ് റിഗാർഡ് ചെയ്യുന്ന കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യും. അതുപോലെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് എ ജോബ്, പ്രൈസ് ടു ബി പെയ്ഡ് ബൈ ഹിം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് എൻക്വയറീസ് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. അത് ഫോർമലായിട്ട് അന്വേഷിക്കുന്നതാവും, അല്ലെങ്കിൽ ഇൻഫോർമലായിട്ട് അന്വേഷിക്കും, അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടോ ഓറലായിട്ടോ ഉണ്ടാവാം എൻക്വയറി വരാം. നെക്സ്റ്റ്, കൊട്ടേഷൻ ഫോർ ദി ജോബ്.
Based on the customer's enquiry, detailed and specific estimates are made regarding the production aspects and the cost. A quotation is prepared and conveyed to customers appropriately. അപ്പോൾ കസ്റ്റമേഴ്സിൽ നിന്ന് ഇങ്ങനെ ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ അവിടെ നെക്സ്റ്റ് പറയുന്നത് ജോബിനുള്ള കൊട്ടേഷനാണ്. കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറി ബേസിൽ ഡീറ്റെയിൽ ആയിട്ട് സ്പെസിഫിക് എസ്റ്റിമേറ്റ്സ് പ്രൊഡക്ഷൻ ആസ്പെക്ട്സ് കോസ്റ്റ് റിലേറ്റഡ് ആയിട്ട് അവർ തയ്യാറാക്കും. അതിന് കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യും, കസ്റ്റമേഴ്സിന് അത് അറിയിക്കും. ഓക്കെ, കസ്റ്റമേഴ്സിനെ അറിയിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? കസ്റ്റമേഴ്സ് ഓർഡർ. കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഓർഡർ ചെയ്യലാണ്. കസ്റ്റമേഴ്സ് കൊട്ടേഷൻ നോക്കി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, കൊട്ടേഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ദേ മേ പ്ലേസ് ഓർഡർ, അല്ലേ? കസ്റ്റമേഴ്സ് ഓർഡർ പ്ലേസ് ചെയ്യും. അത് ഫേം ആക്സെപ്റ്റ് ചെയ്യും. ആക്സെപ്റ്റ് ചെയ്താലാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. നമുക്കത് പ്രാവർത്തികമായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് അവരെ അറിയിക്കണം, വേണ്ടേ? ഇനി പ്രൊഡക്ഷൻ ഓർഡറാണ്. ഫോർ എവറി കസ്റ്റമേഴ്സ് ഓർഡർ ആക്സെപ്റ്റഡ് എ സെപ്പറേറ്റ് പ്രൊഡക്ഷൻ ഓർഡർ ഈസ് പ്രിപ്പയർഡ്. ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് പ്രൊഡക്ഷൻ ഓർഡർ പ്രിപ്പയർ ചെയ്യണം. അല്ലാതെ ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിനാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഓർഡർ പ്രിപ്പയർ ചെയ്യണം. ദിസ് ഓർഡർ ഇൻക്ലൂഡ്, ആ ഓർഡറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക? സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ടു ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് to proceed with work and it is written authority for executing the job. Copies of the order with the relevant instructions are circulated to all the departments and operation centers involved. Production control department will allot job number or production order number which act as a reference point for the job till it is finished and delivered. അതായത് പ്രൊഡക്ഷൻ ഓർഡറിൻ്റെ സ്റ്റേജിൽ പറയുന്നത് കസ്റ്റമേഴ്സിൽ നിന്ന് ഓർഡർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഓർഡറിനും സെപ്പറേറ്റ് പ്രൊഡക്ഷൻ ഓർഡർ പ്രിപ്പയർ ചെയ്യും. പ്രൊഡക്ഷൻ ഓർഡർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് അതിലൂടെ പാസ് ചെയ്യും. ഏതൊക്കെ വർക്കാണ് പ്രൊസീഡ് ചെയ്യേണ്ടത് എന്നുള്ളത് പാസ് ചെയ്യും. റിട്ടേൺ ആയിട്ട് ആ ജോബ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ്, ഒരു അതോറിറ്റി അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ഓർഡറിൻ്റെ കോപ്പി എന്ന് പറയുന്നത് അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അല്ലെങ്കിൽ ഓപ്പറേഷൻ സെൻറ്റേഴ്സ് ഏതൊക്കെയാണ് ആ ഒരു എൻ്റർപ്രൈസിൽ, മാനുഫാക്ചറിങ് എൻ്റർപ്രൈസിലുള്ളത്, ആ ഓരോ ഓപ്പറേഷൻ സെൻറ്റേഴ്സിലേക്കും ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഇത് സർക്കുലേറ്റ് ചെയ്യും. ഓർഡറിൻ്റെ കോപ്പി സർക്കുലേറ്റ് ചെയ്യും. പ്രൊഡക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ജോബ് നമ്പർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓർഡർ നമ്പർ അലോട്ട് ചെയ്യും. ഒരു പർട്ടിക്കുലർ ജോബിന് പർട്ടിക്കുലറായിട്ടൊരു നമ്പർ അലോട്ട് ചെയ്യും. ആ നമ്പർ വെച്ചിട്ടാണ് ജോബിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. റെഫറൻസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ആ ഒരു കോഡിൻ്റെ പേരിലായിരിക്കും. അപ്പോൾ ഓരോ ജോബ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓർഡറിന് ഓരോ കോഡ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, കോസ്റ്റ് അക്യുമുലേഷൻ. The cost pertaining to each job are collected and recorded with reference to the job number of production order number. A job cost sheet or job cost card is opened for each job. ഓരോ ജോബിനും ജോബ് കോസ്റ്റ് കാർഡ് പ്രിപ്പയർ ചെയ്യും. ദാറ്റ് മീൻസ് ജോബ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ആ പർട്ടിക്കുലർ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, അസൈൻ ചെയ്തിട്ടുള്ള നമ്പർ കോസ്റ്റ് ഷീറ്റിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും. അതായത് ഇന്ന ജോബിൻ്റെ ആണെന്നുള്ളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ആ ജോബിന് കോഡ് അസൈൻ ചെയ്ത കാര്യം നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിൽ പറയണ്ടായി, അല്ലേ? അപ്പോൾ ആ പ്രൊഡക്ഷൻ ഓർഡർ നമ്പർ പ്രകാരം ഒരു ജോബ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഓരോ ജോബിലേക്കും എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാനായിട്ട്. എൻട്രീസ് ഇൻ ദി കാർഡ് ആർ മെയ്ഡ് ആസ് ഫോളോസ്. അതിനകത്ത് വരുന്ന എൻട്രീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ജോബ് കോസ്റ്റ് ഷീറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ജോബ് ബേസ്ഡ് ഓൺ മെറ്റീരിയൽ റിക്വസിഷൻ, മെറ്റീരിയൽ ഇഷ്യൂ അനാലിസിസ് ഷീറ്റ്. മെറ്റീരിയൽ കോസ്റ്റ് കാണിക്കണം. അത് എന്തിൻ്റെ ബേസിൽ സപ്പോർട്ടീവ് ഡോക്യുമെൻ്റ് എന്തൊക്കെയാണ്? മെറ്റീരിയൽ റിക്വസിഷനോ അല്ലെങ്കിൽ മെറ്റീരിയൽ ഇഷ്യൂ അനാലിസിസ് ഷീറ്റോ നോക്കിയാണ് നമ്മൾ എത്ര മെറ്റീരിയൽ കോസ്റ്റ് വന്നു എന്നുള്ളത് അതിനകത്ത് എൻ്റർ ചെയ്യുന്നത്. അതുപോലെ വേജസ് എൻ്റർ ചെയ്യും. വേജ് അനാലിസിസ് ഷീറ്റിൻ്റെയോ ടൈം ഷീറ്റിൻ്റെയോ ജോബ് കാർഡിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടി നമ്മൾ വേജസും ഇതിൻ്റെ കോസ്റ്റ് എത്രയാണ് വന്നു എന്നുള്ളത് എഴുതും. ഡയറക്റ്റ് എക്സ്പെൻസസ് എത്രയാണ് ആ പർട്ടിക്കുലർ ജോബിലേക്ക് വന്നിട്ടുള്ളതെന്ന് റെലവൻ്റ് ആയിട്ടുള്ള വൗച്ചേഴ്സ് പ്രകാരം നമ്മൾ അതിനകത്ത് എൻ്റർ ചെയ്യും. ഓവർ ഹെഡ്സ് ആർ അക്യുമുലേറ്റഡ് വിത്ത് യൂസ് ഓഫ് സ്റ്റാൻഡിംഗ് ഓർഡർ നമ്പേഴ്സ് ഓർ കോസ്റ്റ് അക്കൗണ്ട് നമ്പർ റെലവൻറ്റ് ടു ഈച്ച് ഓവർ ഹെഡ് അക്യുമുലേറ്റ് ചെയ്തത് അത് എന്താ പറയുക, സ്റ്റാൻഡിംഗ് ഓർഡർ നമ്പറിൻ്റെ ബേസിൽ കോസ്റ്റ് അക്കൗണ്ട്സ് നമ്പർ ഓരോ ഓവർ ഹെഡിനും എത്രയാണ് വന്നിട്ടുള്ളത്, ഓരോ കോസ്റ്റിനും എത്രയാണ് ഓവർ ഹെഡാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചത് വൗച്ചേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി അതിനകത്ത് എൻ്റർ ചെയ്യും. എത്രയാണോ ഓവർ ഹെഡ് അക്യുമുലേറ്റ് ചെയ്തത് എത്രയാണോ എന്നുള്ളത് അത് അതിൻ്റെ ബേസിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ, പിന്നെ ഓരോ ജോബിലേക്ക് എത്ര വന്നത് എന്നുള്ളത്, ഇൻഡയറക്റ്റായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് അതിനകത്ത് കാണിക്കും.
കംപ്ലീഷൻ ഓഫ് ദ ജോബ്. അപ്പോൾ നമ്മൾ കോസ്റ്റ് അക്കുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോബിലേക്ക് എത്ര ഡയറക്റ്റ് മെറ്റീരിയൽ, ലേബർ എക്സ്പെൻസ്, മറ്റ് ഓവർഹെഡ് എന്തൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം കംപ്ലീഷൻ ഓഫ് ജോബ് കംപ്ലീറ്റ് ആവുമല്ലോ. പ്രൊഡക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീഷൻ റിപ്പോർട്ട് കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സെൻഡ് ചെയ്യും. ജോബ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രൊഡക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് സെൻഡ് ചെയ്യും? എ കംപ്ലീഷൻ റിപ്പോർട്ട് സെൻഡ് ചെയ്യും. കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലൈസ് എ ഡിഫറെൻറ്റ് എലമെൻറ്റ് ഓഫ് കോസ്റ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ജോബ് കോസ്റ്റ് ഷീറ്റ്. Any deviations from the estimated cost are also noted on the sheet for the control purpose. ഇവിടെ എന്തെങ്കിലും ഡീവിയേഷൻ, അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് റെക്കോർഡ് പ്രകാരം പ്രീവിയസ് ആയിട്ട് നമ്മൾ ജോബ് കോസ്റ്റ് ഷീറ്റൊക്കെ ഇഷ്ടംപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബേസിൽ ഏകദേശം എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ളൊരു കോസ്റ്റ് നമ്മൾ ഏകദേശം നമുക്ക് കോസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഫേം ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും? അപ്പോൾ മുൻകൂട്ടി നമ്മൾ ഇത്ര രൂപയ്ക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ മുൻകൂട്ടി കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതും ശരിക്കും സംഭവിച്ചത് എത്ര കോസ്റ്റാണോ എന്നുള്ളതും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാറുണ്ട് ജോബ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പ്രോഫിറ്റ് റെക്കഗ്നീഷനാണ് അടുത്തത്. പ്രോഫിറ്റ് റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രയാണോ കസ്റ്റമേഴ്സിന് ചാർജ് ചെയ്യാൻ ഉദ്ദേശിച്ച പ്രൈസ് അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യും. ടോട്ടൽ കോസ്റ്റും കസ്റ്റമേഴ്സിന് എത്ര രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ റെഡി ആയിട്ടുള്ളത് ആ പ്രൈസും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണോ വന്ന് ലോസ് ആണോ വന്ന് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റെപ്സിൽ ഏതൊക്കെയായിരുന്നു? കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറി, കൊട്ടേഷൻ ഫോർ ദി ജോബ്, കസ്റ്റമേഴ്സ് ഓർഡർ, പ്രൊഡക്ഷൻ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് അക്കുമുലേറ്റ് ചെയ്യും. അതിനകത്ത് ഏതൊക്കെ കോസ്റ്റാണ് വരിക നമ്മൾ പറഞ്ഞു. കംപ്ലീഷൻ ഓഫ് ദി ജോബ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുൻകൂട്ടി എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ശരിയായ കോസ്റ്റ് തമ്മിൽ ആക്ച്വൽ കോസ്റ്റ് തമ്മിൽ കമ്പയർ ചെയ്യും. ഡീവിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയും ചെയ്യും. ദെൻ ലാസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ ടോട്ടൽ കോസ്റ്റും കസ്റ്റമേഴ്സിന് ചാർജ് ചെയ്തിട്ടുള്ള പ്രൈസും കൂടെ കമ്പയർ ചെയ്ത് ഡിഫറൻസ് പ്രോഫിറ്റ് ആണോ വന്ന് ലോസ് ആണോ വന്ന് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യും. അത് കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. ഓക്കെ.